I never thought that I would be a chartered accountant. In fact, I consider myself as an accidental chartered accountant. Hi, I'm Ashwin C. Nair and I'm a practicing chartered accountant. When I was growing up, I always thought that I would end up being a doctor. കാരണം എൻ്റെ ഫാമിലി എല്ലാവരും കസിൻസ് അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരും ഡോക്ടേഴ്സാണ്. സോ ഞാൻ എപ്പോഴും വിചാരിച്ച് ഞാൻ ഡോക്ടറാവും. പിന്നെ കുറച്ച് ഹയർ ക്ലാസ്സിൽ വന്നപ്പം എൻജിനീയർ ആവുമെന്ന് വിചാരിച്ചു. കാരണം ഐ വാസ് ഗുഡ് അറ്റ് ഫിക്സിങ് തിങ്സ് ആൻഡ് ഐ വാസ് ഗുഡ് അറ്റ് കമ്പ്യൂട്ടേഴ്സ്. സോ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ 11th സ്റ്റാൻഡേർഡിലായിരുന്നു. സോ ഞാൻ 10th ബോർഡ് എക്സാം എഴുതിയായിരുന്നു. സോ ആ ടൈം എൻ്റെ മൈൻഡിൽ എൻജിനീയറിംഗ് എക്സാം അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതാനായിരുന്നു എൻ്റെ മൈൻഡിൽ. കാരണം 11th എടുക്കുമ്പം സയൻസ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ബിക്കോസ് മൈ ബ്രദർ ടേക്കൻ കോമേഴ്സ്, ഐ ജസ്റ്റ് കാഷ്വലി ആസ്ക്ഡ് ഹിം വാട്ട് ആർ യു സ്റ്റഡിങ് ആൻഡ് ഹി ടോൾഡ് മീ അബൌട്ട് അക്കൗണ്ടൻസി ആൻഡ് ബിസിനസ് സ്റ്റഡീസ് ആൻഡ് ദാറ്റ് ഈസ് ഹൗ ഐ ഗോട്ട് ഇൻ ടു ദി കോമേഴ്സ് സ്ട്രീം. അതിനുശേഷം ഞാൻ ഡിസിഷൻ എടുത്ത് ഞാൻ ഈ കോമേഴ്സ് എടുക്കും. കാരണം ആ 2 സബ്ജക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. So I told my family members about it and they were wondering like, why is this person willing to take up commerce? And after the 12th standard, when I went for my degree to Hyderabad, is when I first heard about the CA course. So most of my friends, they had joined the CA course and the college had a coaching center where they used to take up the CA coaching. So അവർ പറഞ്ഞ് ഒന്ന് ട്രൈ ഇത് ക്ലാസ്സസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻറോൾ ചെയ്യുക CA കോഴ്സിന് വേണ്ടി. അപ്പം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം CA കോഴ്സിനെ പറ്റി അറിയുന്നത് ആൻഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. സോ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് സബ്ജക്ട്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ ഐ ഗോട്ട് ടു നോ ദാറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം there was around 350,000 chartered accountants in India. So why not be one among a lakh of people, 3.5 people, so 3.5 lakh people. സോ അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്ത് ഓക്കെ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി എടുക്കാം. മെയിൻലി ബിക്കോസ് പാഷൻ ടുവേർഡ്സ് ദ സബ്ജക്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു, ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ചൂസ് ചെയ്തത്. So the CA course is divided into 3 stages: foundation, inter and final. So during my experience, after the intermediate exam, we had to undergo articleship training. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് കിട്ടുന്നത്. എങ്ങനെ വർക്ക് ചെയ്യും, ആ പ്രാക്ടിക്കൽ അപ്രോച്ച് നമ്മൾ അവിടെയാണ് ബിൽഡ് ചെയ്യുന്നത്. സോ എല്ലാവരും പറയുന്നത് നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, എസ്പെഷ്യലി പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, നമ്മളെ മോൾഡ് ചെയ്യുന്ന സ്റ്റേജ് ആർട്ടിക്കിൾഷിപ്പാണ്. കാരണം നമ്മളെ സീനിയർ നമ്മളെങ്ങനെ വർക്ക് തരുന്നത്, നമ്മൾ ഏത് വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് ഇരിക്കും നമ്മുടെ ഒരു ഫ്യൂച്ചർ. So അങ്ങനെ I was lucky to get into a firm which was a senior firm in Trivandrum and my principal was a very senior chartered accountant. അതുകൊണ്ട് എനിക്ക് നല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. എല്ലാ ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് ആ പ്രാക്ടിക്കൽ ഇതിൽ ട്രെയിനിങ്ങിൽ. സോ എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് ഈ ഡ്യൂറിങ് ഈ പ്രിപ്പറേഷൻ ഓഫ് എക്സാംസ്. അപ്പോൾ mainly I always used to feel that the prefix CA before my name itself is a good motivation for me, because being part of that, like earlier I told you 350,000, now 4 lakh chartered accountants in entire of India is a big motivating factor. So ആ പ്രീഫിക്സിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി നമുക്ക് അത് എടുക്കാൻ പറ്റും. സോ അങ്ങനെയാണ് ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്നത്. പിന്നെ റീസെൻ്റ്ലി ഓൾസോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സെഡ് ദാറ്റ് the signature of a chartered accountant is more powerful than the signature of the prime minister. So അത്ര ട്രസ്റ്റാണ് നമ്മുടെ സൊസൈറ്റി നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. സോ എപ്പോഴും നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഓൾസോ സൈൻ ചെയ്യുമ്പം we have that at the back of our mind that society trusts us so much. That is the value of a chartered accountant and that is the value that we give to society. Also former president of India, Dr. Abdul Kalam, he said that you are a partner in nation building. So അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ ആണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. സോ ഈവൻ സൊസൈറ്റി ഹാസ് ഫെയ്ത്ത് ഇൻ അസ്. സോ
സോ നമ്മൾ എപ്പോഴും ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് ദാറ്റ് കീപ്സ് മീ ഗോയിങ്. So one memorable experience that I have after being a chartered accountant is what all the students look for is the convocation ceremony. So I had chosen Bangalore and I had gone there, and none of my friends were there with me. So it was just my family. And after the convocation or during the convocation, we always want to have a photo because it's a precious moment in our life. Getting convocated on such a day, and it's such an important occasion in our life. So at that point of time, we were looking for someone who would take a photo, and then I saw this girl sitting on a rock, and I asked her, can you take a photo for us? And she said okay. So while she was taking a photo, someone else came, and that girl was also getting convocated. So അങ്ങനെ അവർ രണ്ടുപേരും ഈ ക്യാമറ പിടിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവർ പറഞ്ഞ ആ ആംഗിൾ ശരിയല്ല. പെട്ടെന്ന് നമ്മൾ ബാംഗ്ലൂർ ഇരിക്കുമ്പം വേറൊരു മലയാളി കാണുമ്പോൾ അതിൻ്റെ സന്തോഷമാണ് നമുക്ക്. സോ ഞാൻ ചോദിച്ചു മലയാളിയാണോ? അപ്പോൾ നമ്മൾ അങ്ങനെ സംസാരിച്ച് കമ്പനിയായി. അപ്പോൾ നമ്മളുടെ ആക്ച്വലി കോൺവക്കേഷൻ ഉച്ചയ്ക്ക് ശേഷമാണ്, ടൈം സ്ലോട്ട് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ പുള്ളിയേരി പറഞ്ഞ് അന്ന് വൈകിട്ട് പുള്ളിയേരി ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് പോകണം നാട്ടിലോട്ട്. അപ്പോൾ ടൈം കിട്ടുമോ അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പോയി ഹോട്ടലിൽ റിഫ്രഷ് ചെയ്ത് ടൈം ആകുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പോൾ അങ്ങനെ ടൈം ആയപ്പം ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ കോൺവക്കേഷൻ സമയമായി, ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയേരി വന്ന് ഞാൻ സ്റ്റേജിൽ ഐ വാസ് സിറ്റിംഗ് ദെയർ ആൻഡ് ഐ സോ കമ്മിങ് ഓൺ സ്റ്റേജ് ആൻഡ് റിസീവിങ് ഹർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഓൾ ദാറ്റ്. So I felt very happy because I had helped someone, because I know that it's an important point in our life, especially being a CA, getting this convocation certificate in the midst of family members is an important phase in our life, and I felt very happy for her. Pinne later on what I got to know is one of my friends put a status of me with regards to this convocation, and എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് ഒരാളെ മീറ്റ് ചെയ്തില്ലേ? ഞാൻ പറഞ്ഞു അതെ മീറ്റ് ചെയ്ത്. അത് ചേട്ടന് ഓർമ്മ ഉണ്ടോ? ചേട്ടൻ പണ്ട് വോയിസ് നോട്ട് ഇട്ടായിരുന്നു, ഒരാൾ ഡൗട്ട് ചോദിച്ചായിരുന്നു, ചേട്ടൻ വോയിസ് നോട്ട് ഇട്ടായിരുന്നു. ആ സെയിം ആളാണ് നിങ്ങൾ മീറ്റ് ചെയ്ത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ബിക്കോസ് ദ പേഴ്സൺ ഹൂ ഐ ഹെൽപ്പ് ഡ്യൂറിങ് ഹർ പ്രിപ്പറേഷൻ ടു സ്റ്റഡി ഫോർ ദി എക്സാം വാസ് ദെയർ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. So it's something that reminded me that once you do something good, always something good will come back to you. So because it was a happy moment in my life, and the person who took the photo was initially a stranger, but it happened to be somebody who I helped out, and in turn who helped me also. So when I qualified, I had taken the decision that I'll start my own practice, even though 70% of the people who qualify go in for employment. റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റിയുടെ ആ സ്റ്റാറ്റസ് നമ്മളെ പെർസീവ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് ആണ്, അത് മെയിൻ റീസൺ ആണ്. പിന്നെ സിഗ്നേച്ചർ, ഓൺലി പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓൺലി ക്യാൻ സൈൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ അതുകൊണ്ട് നമ്മളെ ഒരു സൈനിന് ഭയങ്കര ഒരു വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാക്ടീസിങ് CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ഞാൻ ഇറങ്ങിയത്. എൻ്റെ സ്വന്തം ഫേം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് I decided to take up practice because of this reason, because of the value that the signature offers, and also because of trust empowered by society. So I was very lucky when I started my firm, because even before getting my membership number, ഒരു ക്ലയൻറ്റിന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം പുറത്ത്. അപ്പോൾ 15 CA CB ഒരു ഫോം ഉണ്ട്, ബാങ്കുകാർ ചോദിക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് അസൈൻമെൻറ്റ്. അപ്പോൾ ഞാൻ മെമ്പർഷിപ്പ് നമ്പർ കിട്ടിയ ശേഷം അവർ പറഞ്ഞ് നിങ്ങൾ തന്നെ ഒപ്പിടണം. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ടൈം എടുക്കും. അവർ പറഞ്ഞില്ല കുഴപ്പമില്ല, നിങ്ങൾ ഒപ്പിട്ടാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ശരിയും പറഞ്ഞ ഒരു ഫാമിലി ഫ്രണ്ട് ത്രൂ ആണ് ഈ ഫസ്റ്റ് വർക്ക് വന്നത്. സോ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് എൻ്റെ ലക്കിന് കറക്റ്റ് ടൈമിൽ എനിക്ക് എൻ്റെ മെമ്പർഷിപ്പ് നമ്പറും ഫേം രജിസ്ട്രേഷൻ നമ്പർ കിട്ടി. സോ പിന്നെ അത് വെച്ചിട്ട് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വർക്ക്. സോ എൻ്റെ ഫസ്റ്റ് സൈനിങ് അതായിരുന്നു, എനിക്ക് കറക്റ്റ് ടൈമിൽ കിട്ടി. അത് എൻ്റെ ഫസ്റ്റ് ക്ലയൻ്റ് ആയിരുന്നു. പിന്നെ ആസ് ഇയേഴ്സ് വെന്റ് ബൈ, നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ് ബിക്കോസ് ഓഫ് ഗുഡ് വിൽ, ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് വർക്ക്. അങ്ങനെ ആൾക്കാർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ആൾക്കാർ വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ്. സോ അങ്ങനെയാണ്
കുറച്ച് നമ്മളെ ഫേം ഗ്രോ ആയി വന്നത്. So clients started coming to us and we were able to retain clients. Reason being നമ്മൾ നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ റെഡി ആയിരുന്നു. ഓൾസോ നമ്മൾ വിതിൻ ആ ടൈം പീരിയഡ് എന്ന് വെച്ചാൽ ബിഫോർ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ ഡേയ്സ് നമ്മൾ എപ്പോഴും ഫയൽ ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഡിലേ വരാൻ സാധ്യത കുറവാണ്. സോ നമ്മളെല്ലാം വിതിൻ ഡ്യൂ ഡേയ്സ് ചെയ്തപ്പം വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ചെയ്ത് അങ്ങനെയാണ് ക്ലയൻസ് വീണ്ടും വേറെ ഫ്രണ്ട്സിനെ റിഫർ ചെയ്ത് പുതിയ ക്ലയൻസ് ജനറേറ്റ് ചെയ്ത് വന്നു. സോ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ക്രെഡിറ്റിലാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഐഫോൺ മിക്ക എല്ലാവരും ഐഫോൺ ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു, 10 പേര് ഐഫോൺ വാങ്ങിച്ചാൽ 8 പേര് ക്രെഡിറ്റിലാണ്. സോ അത് ശരിയും പറഞ്ഞാൽ വെൻ വി ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം പെർസ്പെക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത് നല്ലതല്ല. സോ എപ്പോഴും നമ്മൾ ഒരു സാലറിയുടെ ആളാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ആളാണെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സേവ് ചെയ്യാൻ. സോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തമ്പ് റൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് 6%. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അത് എപ്പോഴും ആ റേറ്റ് ഓഫ് റിട്ടേൺ മോർ ദൻ 6 ആയിരിക്കണം. അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നമ്മുടെ ആ ഏർണിങ്സിനെ ഈറ്റ് ചെയ്യും. സോ എപ്പോഴും ബെസ്റ്റ് അസെറ്റ് ക്ലാസ്സസ് ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ബെസ്റ്റ് അസെറ്റ് ക്ലാസ്സസ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്സ്, ലാൻഡ്, ഗോൾഡ്, ഇതാണ് മേജർ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല അസെറ്റ് ക്ലാസ്സസ് ടു ഹെൽപ്പ് us ഓവർകം ദി ഇൻഫ്ലേഷൻ ആൻഡ് ക്രിയേറ്റ് ജനറേഷണൽ ഏർണിങ്സ്. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു 35,000 സാലറി ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരു 5,000 ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ബാക്കി ചിലവാക്കാമല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ ആ കോമ്പൗണ്ടിങ് ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ വിതിൻ സോ മെനി ഇയേഴ്സ് നമുക്ക് ആ എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ജനറേഷണൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല അസെറ്റ് ക്ലാസ് സെലക്ട് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ ഗോൾഡ് അല്ലെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ്, ഡെറ്റ് ഓർ ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ തമ്പ് റൂള് 6% മേളിലായിരിക്കും നമ്മൾ റേറ്റ് ഓഫ് റിട്ടേൺ. ബിക്കോസ് ഇൻഫ്ലേഷൻ പെഗ്ഡ് അറ്റ് 6%. പിന്നെ അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവർ ചില കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ കറക്റ്റായിട്ട് ഇൻഡെപ്തായിട്ട് അവർ നോക്കൂല. സോ അവർ ജസ്റ്റ് റൂമർ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നപ്പം ഇപ്പോൾ മിക്ക ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവർ ഈ സ്റ്റോക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ ആ സ്റ്റോക്ക് വാങ്ങിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ സെബി ഇൻ്റർഫിയർ ചെയ്തിട്ട് സെബി പറഞ്ഞില്ല, സെബി രജിസ്റ്റേർഡ് ആൾക്കാർ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്ത് അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്നു. കാരണം മിക്ക ആൾക്കാർക്ക് ലോസ് ഓഫ് മണി ഉണ്ടായിരുന്നു ഇത് കാരണം. ഇൻകം ടാക്സിന് കുറച്ച് ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ATC ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഫോർ മോർ ദാൻ 5 years ആണെങ്കിൽ നമുക്ക് എക്സെംപ്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും അപ് ടു 1,50,000. അതുപോലെ LIC ഓർ ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് ATCയിൽ 1,50,000 വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ATD നമുക്കൊരു ഡിഡക്ഷൻ ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഏജ്. ഇപ്പോൾ നോട്ട് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 25,000 വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000. പിന്നെ പേരൻസിന് വേണ്ടി നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പേരൻസ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് ഈ 50,000 പ്ലസ് ഈ 25,000 ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓൾസോ നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്താൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഡിഡക്ഷൻ ആയിട്ട് സെക്ഷൻ 24 ക്ലെയിം ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ATCയിൽ 1,50,000 വരെ നമുക്ക് എക്സെംപ്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ATC മാക്സിമം ഡിഡക്ഷൻ 1,50,000. പിന്നെ NPS ഓൾസോ ഒരു സ്കീമുണ്ട്. NPS അഡീഷണൽ ഒരു 50,000 ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പം നമ്മൾ 2 റെജീം നോക്കണം. കാരണം ന്യൂ റെജീമുണ്ട്, ഓൾഡ് ടാക്സ് റെജീമുണ്ട്. അപ്പോൾ ഓൾഡ് ടാക്സ് റെജീമിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ ഡിഡക്ഷൻസ് വരുന്നത്. ന്യൂ ടാക്സ് റെജീമിൽ അങ്ങനെ വലിയ ഡിഡക്ഷൻസ് ഒന്നും ഇല്ല.
കാരണം ടാക്സ് സ്ലാബ് റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഓർ നമ്മൾ ടാക്സ് പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് നോക്കണം, ഏതാണ് ബെറ്റർ, ഓൾഡ് ഓർ ന്യൂ ടാക്സ് റിജീം. അത് സബ്ജക്റ്റീവാണ്. ചില ആൾക്കാർ വന്ന് പറയും, സാർ എൻ്റെ ഫ്രണ്ട് ഓൾഡ് ടാക്സ് റിജീം ഫയൽ ചെയ്ത് പുള്ളിക്ക് ആയിരിക്കും ബെനിഫിഷ്യൽ അത്. പക്ഷെ നമ്മൾ നോക്കുമ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് കേസ് ടു കേസ് ബേസിസ് ഡിപ്പെൻഡിങ് ഓൺ ഡിഡക്ഷൻസ് അനുസരിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. നമ്മൾ കമ്പയർ ചെയ്യണം, ഡിഡക്ഷൻസ് വെച്ചിട്ട് വേണം കമ്പയർ ചെയ്യാൻ. ഓൾഡ് ഓർ ന്യൂ ഏതാണ് നമുക്ക് ബെനിഫിഷ്യൽ, അത് കേസ് ടു കേസ് ബേസിസ് വെച്ചിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. വിത്ത് ദി അഡ്വെന്റ് ഓഫ് ടെക്നോളജി ഇപ്പം നമ്മൾ നോക്കുമ്പോൾ AI ആണ് അതിൻ്റെ ഫോർ ഫ്രണ്ടിൽ. അപ്പോൾ ഈവൻ അക്കൗണ്ടിങ്ങിൽ AI ഓൾസോ വന്നിട്ടുണ്ട്, AI ടൂൾസ് ഉണ്ട് അക്കൗണ്ടിങ്ങിന്. അപ്പോൾ നമ്മൾ ഇപ്പം നോക്കുമ്പം ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അത് ബൂനാണോ ബെയിനാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ കാണുന്ന AI ടൂള് ഒരു അസിസ്റ്റൻ്റ് ആയിട്ടാണ്. കാരണം നമ്മളെ എറേഴ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും, നമ്മൾ വേറെ ഏരിയസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഒരാൾ ChatGPT എടുത്തിട്ട് ടാക്സ് ഡൗട്ട് ചോദിച്ചാന്ന് വെച്ചോ, അത് തെറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഈവൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആവില്ല ടുവേർഡ്സ് AI. Always consult a financial advisor or person who is knowledgeable in finance to make decisions for yourself, and don't use AI tools just like that to make decisions. When you compare also, like I said, the advent of technology, പണ്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ബുക്സും മാനുവലാണ്, അപ്പോൾ അത്രയും ടൈം എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ്, നമ്മുടെ ക്ലൗഡ് അക്കൗണ്ടിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ AI ടൂൾസ്, ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ ഇൻവോയ്സ് സ്കാൻ ചെയ്യുമ്പം ആ ഇൻവോയ്സ് ഇത് ക്യാപ്ചർ ചെയ്തിട്ട് ആ ഡേറ്റ എൻട്രി ചെയ്യും. അപ്പോൾ അത്രയും നമുക്ക് എറേഴ്സ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും AI ഒരു ബൂണായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, പ്രൊവൈഡഡ് വി യൂസ് ഇറ്റ് ആസ് എ ടൂൾ. ഇറ്റ് ഈസ് ലൈക്ക് എൻ അസിസ്റ്റന്റ് ടു അസ്. For startups, the main financial or common financial metrics that has to be looked into is, one is the revenue growth. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യണം how we were last year and how we are this year. Also gross profit margin ratio and net profit margin ratio is also important for startups. And like I said earlier, cash flow management അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്യാഷ് ഫ്ലോ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് പോയാൽ നമുക്ക് പിന്നെ ഡിഫിക്കൽട്ടി വരാൻ സാധ്യത കുറവായിരിക്കും. കാരണം നമ്മൾ കറക്റ്റായിട്ട് ആ ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഗോളിന് വേണ്ടി ഇത്രയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ പോകുമ്പം ആൻഡ് ഇൻ ലൈൻ വിത്ത് ദാറ്റ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോ നോക്കുമ്പം നമുക്ക് കറക്റ്റായിട്ട് ബിസിനസ് നല്ല രീതിയിൽ ഓടാൻ പറ്റും. ഓൾസോ വി ക്യാൻ ഫോക്കസ് ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. കോമൺ ടാക്സ് ബെനിഫിറ്റ്സ് ദാറ്റ് ആർ അവൈലബിൾ ടു സ്റ്റാർട്ടേഴ്സ്, 80IAC എന്ന് പറഞ്ഞ ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ആ പ്രൊവിഷൻ പറയുന്നത് വെച്ചാൽ 3 വർഷത്തെ ടാക്സ് ഹോളിഡേ എന്ന് വെച്ചാൽ 100% ടാക്സ് എക്സംഷൻ ഇൻ ഫസ്റ്റ് 10 years ഓഫ് നമ്മളെ ഇൻകോർപ്പറേഷൻ. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതിൽ. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഈ 3 years കൺസെക്യൂട്ടീവായിട്ട് ഒരു പൈസ പോലും ടാക്സ് കൊടുക്കണ്ട. നമ്മൾ ആ 80IAC ഒരു സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. അത് നമ്മൾ ഇന്നോവേറ്റീവ് ആയിരിക്കും, കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇന്നോവേറ്റീവ് അല്ലെങ്കിൽ വെൽത്ത് ജനറേഷൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ആ 80IAC എക്സംഷൻ എടുത്താൽ നമുക്ക് ഈ 3 years ടാക്സ് കൊടുക്കണ്ട. 3 years ടാക്സ് ഹോളിഡേ ആണ്. Also, many of the startups, they have to comply with GST as well as other regulatory compliances. ഇപ്പോൾ കമ്പനി ആണെങ്കിൽ MCAയുടെ കുറച്ച് കംപ്ലയൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു ഫിനാൻഷ്യൽ പ്രൊഫഷൻ നമ്മൾ എൻഗേജ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഫീസിബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില ആൾക്കാർ GST തനിയെ ഫയൽ ചെയ്യാറുണ്ട്. പക്ഷേ GST ഈസ് എ ഇവോൾവിങ് ലോ. മിക്ക എല്ലാ ആഴ്ച അല്ലെങ്കിൽ മാസങ്ങൾ അമെൻമെൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആസ് ഫിനാൻഷ്യൽ പ്രൊഫഷൻസ് നമ്മൾ അപ് ടു ഡേറ്റ് ആണ്. നമ്മൾ എപ്പോഴും ഇതിൻ്റെ ബാക്കിലാണ് എന്തൊക്കെ അമെൻമെൻറ്റ്സ് വന്നത്. അപ്പോൾ ഒരാൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർട്ടപ്പ് അവർ വേറെ ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷണൽ എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ട് എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് നോൺ കംപ്ലയൻസ് വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാർ നമ്മളുടെ അടുത്ത് വരുന്ന എസ്പെഷ്യലി ഇതെല്ലാം ലൈക്ക് നോട്ടീസ് വന്ന ശേഷമാണ് വരുന്നത്. കാരണം അവർ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ്, ഓൾവേസ് അപ്പോയിന്റ്
financial professional who's an expert in that particular area, so that you can avoid the non-compliances and also you can cut down on your costs. കാരണം ചില ആൾക്കാർ പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ് ആണ്. അവർ സ്വന്തമായിട്ട് പ്രൊഫഷണൽ ഇത്രയും ഫീസ് കൊടുക്കണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാം. പക്ഷെ അത് പിന്നെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും. അത്തരം പെനാൽറ്റീസും ലേറ്റ് ഫീയും ഇൻട്രസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷണലെ എൻഗേജ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ വാല്യുവേഷൻ എങ്ങനെയാണ്, സ്റ്റാർട്ടപ്പ് വാല്യുവേഷൻ. അപ്പോൾ സ്റ്റാർട്ടപ്പ് വാല്യുവേഷൻ ഇറ്റ് ഡിപ്പെൻഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ കുറച്ച് മെത്തേഡ്സ് പറയാം. ഇപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഉണ്ട്, ബുക്ക് വാല്യൂ മെത്തേഡ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചില ഇൻവെസ്റ്റേഴ്സ് അവർ പറയും നമുക്ക് ഈ മെത്തേഡ് വേണം, ചില ഇൻവെസ്റ്റേഴ്സ് പറയൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മെജോറിറ്റി കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് യൂസ്ഡ് മെത്തേഡ്സ് നമ്മളെല്ലാം ചെയ്തിട്ട് അത് വെച്ച് നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫിനാൻഷ്യലി മോഡലിംഗ് ചെയ്തിട്ട് ആണ് നമ്മൾ ഒരു വാല്യൂ അറൈവ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പിൻ്റെ. ഓൾസോ ചില ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് നോക്കാറില്ല, അവർ സീൽ ഓഫ് ദി പ്രൊമോട്ടേഴ്സ് നോക്കാറുണ്ട്. അവർ എങ്ങനെയാണ്, അവർക്ക് ആ ഡ്രൈവ് ഉണ്ടോ, ആ പാഷൻ ഉണ്ടോ ഇത് പ്രൊമോട്ട് ചെയ്യാൻ. അങ്ങനെ ചില ആൾക്കാർ നോൺ ഫിനാൻഷ്യൽ പാരാമീറ്റേഴ്സ് ഓൾസോ നോക്കാറുണ്ട്. Most of the key financial risks that startup face is mainly improper cash management. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 44% സ്റ്റാർട്ടപ്സ് കൂട്ടാൻ റീസൺ എന്ന് വെച്ചാൽ ഇംപ്രോപ്പർ ക്യാഷ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഒരു CA ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു CA നമ്മളെ ടീമിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു CA അപ്പോയിൻറ്റ് ചെയ്ത ഫോർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ബേസിസ് അവർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബഡ്ജറ്റും നമ്മളെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്ത് ബേസ്ഡ് ഓൺ നമ്മളെ ഓർഗനൈസേഷണൽ ഗോൾസ് എന്താണ് അത് വെച്ചിട്ട് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് റിവ്യൂ ചെയ്യും ആൻഡ് ആ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ നമ്മൾ അത് നോക്കാറുണ്ട്. സോ അങ്ങനെ നമ്മളൊരു CA ഇൻവോൾവ് ചെയ്താൽ ഓർ ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷണൽ ഇൻവോൾവ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. കാരണം നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കോസ്റ്റ് കറക്റ്റ് ആ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അറ്റ് ദ സെയിം ടൈം അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസും കാണും. നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും വെദർ വി ഹാവ് അച്ചീവ്ഡ് അവർ ഗോൾസ് ഓർ നോട്ട് ആൻഡ് വെദർ വി ഹാവ് എക്സീഡഡ് അവർ ബഡ്ജറ്റ്സ്. സോ ആ ക്യാഷ് മാനേജ്മെൻറ്റ് കറക്റ്റ് കൺട്രോളിൽ വരും ആൻഡ് വി ക്യാൻ പ്രൊസീഡ് ഫർദർ ടു അച്ചീവ് ദി ഓർഗനൈസേഷൻ ഗോൾസ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് മോഡ് ഓഫ് ബിസിനസ് ആണ് ബെറ്റർ. ഫോർ എക്സാമ്പിൾ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, LLP ആണോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പിൻ്റെ ബേസിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ലാബ് അനുസരിച്ചിട്ടാണ് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്. പിന്നെ കംപ്ലയൻസസ് കുറവാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് അത്രയും ടാക്സ് ഇല്ല, നമ്മൾ അത്രയും റവന്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഇൻകം ടാക്സ് പ്രകാരം പ്രിസംപ്റ്റീവ് സ്കീം എന്ന് പറഞ്ഞ് ഫോർ സ്പെസിഫൈഡ് ആൾക്കാർ എക്സ്ക്ലൂഷൻസ് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്മീഷൻ നമുക്ക് പ്രിസംപ്റ്റീവ് സ്കീം എടുക്കാൻ പറ്റില്ല. പക്ഷേ മെജോറിറ്റി ബിസിനസ്സസ് ആർ കവർഡ് അണ്ടർ പ്രിസംപ്റ്റീവ് സ്കീം. അപ്പോൾ ആ കേസിൽ നമുക്ക് ഒന്നെങ്കിൽ 8% അല്ലെങ്കിൽ 6% അപ് ടു 2 crores വിതൗട്ട് മെയിൻറ്റെയിനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് ബിസിനസ് നടത്താം. ആൻഡ് 8% ഓഫ് ആ ടേൺ ഓവർ മാത്രം നമ്മൾ ഇൻകം ആയിട്ട് ഓഫർ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അത്രയാണ്. കമ്മിങ് ടു LLP ആൻഡ് പാർട്ട്ണർഷിപ്പ്, ദ ടാക്സ് റേറ്റ് ഈസ് 30%. അപ്പോൾ കംപ്ലയൻസ് വെച്ച് നോക്കുമ്പം ഇറ്റ് ഈസ് ഹയർ ദാൻ ദി പ്രൊപ്പറൈറ്റർ, എസ്പെഷ്യലി LLPs, ബിക്കോസ് LLPs മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ കംപ്ലയൻസ് കുറച്ച് കൂടുതലാണ്. പാർട്ട്ണർഷിപ്പ് അങ്ങനെയല്ല, പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ഓഫ് പാർട്ട്നേഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡും കംപ്ലയൻസ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കമ്പനി നോക്കുമ്പോൾ കമ്പനി കുറേ കംപ്ലയൻസസ് ഉണ്ട്. പക്ഷേ ടാക്സ് റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബിലോ 400 crores ആണെങ്കിൽ 25% ആണ് ടാക്സ് റേറ്റ്. അതുപോലെ കംപ്ലയൻസസ് കൂടുതലാണ്, പക്ഷേ ട്രാൻസ്പെറൻസി കൂടുതലാണ്. ഇപ്പോൾ മിക്ക ക്ലയൻസ് ഓർ സപ്പോസ് ഫോറിൻ ക്ലയൻസ് നമുക്കുണ്ട്. ആ ഫോറിൻ ക്ലയൻസ് പ്രിഫർ ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. കാരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കൂടുതൽ വിസിബിലിറ്റി ഉണ്ട്. സോ എപ്പോഴും ഒരു ക്ലയൻറ്റ് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്
നിങ്ങളെ കസ്റ്റമർ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഏത് ഫോമാണ് പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് വേണം ഇത് സെലക്ട് ചെയ്യാൻ. കാരണം ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ചെറിയ കമ്പനീസ് അവർ സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ പിന്നെ ഫിനാൻഷ്യലി അവർ, കാരണം ഈ കംപ്ലയൻസ് അത്രയാണ്, ഫീസും അത്രയും കൂടുതലാണ്, ഓഡിറ്റ് കമ്പൽസറി ആണ്, അതുകൊണ്ട് അവർക്ക് ആ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ ഫ്രം റവന്യൂ ഭയങ്കര പാടാണ്. സോ എപ്പോഴും ഞാൻ പറയും, നിങ്ങൾ ആദ്യം ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് വേണം സെലക്ട് ചെയ്യാൻ ഏതാണ് ബെസ്റ്റ് വേ ഓഫ് ക്യാരിങ് ഔട്ട് ബിസിനസ്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യണം ഏതാണ് ടാക്സ് പെർസ്പെക്റ്റീവ്, ഓൾസോ ഹൗ ഡു കസ്റ്റമേഴ്സ് വ്യൂ ഇറ്റ്, ആൻഡ് ഓൾസോ ട്രാൻസ്പെറൻസി. അപ്പോൾ ഹയസ്റ്റ് ട്രാൻസ്പെറൻസി ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, പക്ഷെ അത് കംപ്ലയൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ ഓർത്ത് വേണം സെലക്ട് ചെയ്യാൻ ഏതാണ് ബെറ്റർ. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്തിട്ട്, മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് ഏതാണ് ക്ലയൻറ്റ്സ് പ്രിഫർ ചെയ്യുന്നത്, പിന്നെ ഒരു ടാക്സ് പെർസ്പെക്റ്റീവ് നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുത്താലും നമ്മൾ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യണം. കാരണം പിന്നെ അത് നമ്മളെ ബാധിക്കും. ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും ടാക്സ് പേയ്മെൻ്റ് ആയാലും എപ്പോഴും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് വേണം. അപ്പോൾ ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് തന്നെ എടുത്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റും, ഓൾസോ നമ്മളെ ഹെൽത്തും എഫക്റ്റ് ചെയ്യില്ല, നമുക്ക് കറക്റ്റായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റും ആസ് പെർ ദി റൂൾസ് ഓഫ് ദ ഗവൺമെൻറ്, and we can help our country become a developed economy. Thank you.